നമസ്കാരം. ഈ വീഡിയോയിൽ അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എക്സാം 2023 നടന്ന ക്വസ്റ്റ്യൻ പേപ്പറിലെ 5 ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ: സീരീസ് കോമ്പിനേഷൻ ഓഫ് EHV ലൈൻസ് ഈസ് റിസോർട്ടഡ് ടു റെഡ്യൂസ് ദ ഫോൾട്ട് ലെവൽ ടു ഇംപ്രൂവ് ദ സ്റ്റെബിലിറ്റി ആസ് എ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ സിങ്ക്രണസ് ഫേസ് മോഡിഫയർ, നൺ ഓഫ് ദി എബോവ്. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ 2 ആണ്, ടു ഇംപ്രൂവ് ദ സ്റ്റെബിലിറ്റി. സീരീസ് കോമ്പിനേഷൻ എക്സ്ട്രാ EHV ലൈൻസിൽ, എക്സ്ട്രാ ഹൈ വോൾട്ടേജ് ലൈൻസിൽ നമ്മൾ കപ്പാസിറ്റേഴ്സ് സീരീസായി ഇൻസേർട്ട് ചെയ്തിട്ടാണ് അറ്റൈൻ ചെയ്യുന്നത്. ഇത് ലൈനിൻ്റെ എഫക്റ്റീവ് റിയാക്റ്റൻസ് കുറയ്ക്കുന്നു. അതുമൂലം പവർ ട്രാൻസ്ഫർ ക്യാപ്പബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. അങ്ങനെ സിസ്റ്റത്തിൻ്റെ ട്രാൻസിയൻറ്റ് ആൻഡ് സ്റ്റഡി സ്റ്റേറ്റ് സ്റ്റെബിലിറ്റി ഇംപ്രൂവ് ചെയ്യുന്നു. സോ ദ മെയിൻ പർപ്പസ് ഈസ് ടു ഇംപ്രൂവ് ദ സിസ്റ്റം സ്റ്റെബിലിറ്റി. അടുത്ത ക്വസ്റ്റ്യൻ: ദ സിങ്ക്രണൈസിങ് പവർ ഓഫ് എ സിങ്ക്രണസ് മെഷീൻ ഈസ് മാക്സിമം അറ്റ് ഫുൾ ലോഡ്, നോ ലോഡ്, എ ലോഡ് സ്ലൈറ്റ്ലി മോർ ദാൻ ഫുൾ ലോഡ്, നൺ ഓഫ് ദി അബോവ്. കറക്റ്റ് ആൻസർ വരുന്നത് നോ ലോഡാണ്. ഇതൊരു ഇക്വേഷനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ സിങ്ക്രണസ് പവർ എന്ന് പറയുന്നത്. EV/X ഇൻറ്റു കോസ് ഡെൽറ്റയാണ് വരുന്നത്. E എന്ന് പറഞ്ഞ ഇൻഡ്യൂസ്ഡ് EMF, V എന്ന് പറഞ്ഞ ടെർമിനൽ വോൾട്ടേജ്, XS എന്ന് പറഞ്ഞ സിങ്ക്രണസ് റിയാക്റ്റൻസ്, കോസ് ഡെൽറ്റ ലോഡ് ആംഗിൾ. നോ ലോഡിൽ ദ ലോഡ് ആംഗിൾ ഏറ്റവും സ്മോൾ ആയിരിക്കും. സിൻസ് ഇറ്റ് ഈസ് മാക്സിമം അറ്റ് 0, സിങ്ക്രണസ് പവർ ഈസ് മാക്സിമം. അടുത്ത ക്വസ്റ്റ്യൻ: ദ പവർ ട്രാൻസ്മിഷൻ ക്യാപ്പബിലിറ്റി ഓഫ് ആൻ EHV AC ട്രാൻസ്മിഷൻ ലൈൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ലെങ്ത് ഓഫ് ദ ലൈൻ, proportional to the square of length of the line, inversely proportional to the length of the line, independent of the length of the line. ഇത് ലൈനിൻ്റെ ലെങ്തുമായിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്യുന്നു എന്നാണ് ചോദിക്കുന്നത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ 3 ആണ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ ലെങ്ത് ഓഫ് ദ ലൈൻ. ഇത് നമ്മൾ ഒരു ഫോർമുല വെച്ചിട്ടാണ് പറയുന്നത്. പവർ ട്രാൻസ്ഫർ കേപ്പബിലിറ്റി ഈസ് ഈക്വൽ ടു EV/X ഇൻറ്റു സൈൻ ഡെൽറ്റയാണ്. എക്സ് എന്ന് പറയുന്നതാണ് ഇവിടെ ലൈൻ റിയാക്റ്റൻസിനെ ഡിനോട്ട് ചെയ്യുന്നത്. അത് നമ്മുടെ ലൈൻ ലെങ്തുമായിട്ട് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. അടുത്ത ക്വസ്റ്റ്യൻ: ദ ആക്ച്വൽ വോൾട്ടേജ് റെഗുലേഷൻ ഈസ് 33.1%, വൈൽ ദ കാൽക്കുലേറ്റഡ് വാല്യൂ ഓഫ് ദി വോൾട്ടേജ് റെഗുലേഷൻ ഈസ് 32.9%. ദിസ് ഇൻഫേഴ്സ് ദാറ്റ് ദ ചൂസൺ മെത്തേഡ് ഹാസ് ബീൻ ZPF or ASA, EMF, MMF or ZPF. 4 ഓപ്ഷൻസ് ആണുള്ളത്. ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ 1 ZPF or ASA ആണ്. ZPF എന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ പോട്ടിയർ മെത്തേഡ് എന്നും കൂടെ പറയുന്ന സീറോ പവർ ഫാക്ടർ മെത്തേഡാണ്. ഇതിൽ നമ്മളൊരു ജസ്റ്റ് ഒരു കമ്പാരിസൺ നോക്കുകയാണെങ്കിൽ EMF മെത്തേഡ്, അതായത് സിങ്ക്രണസ് ഇംപെഡൻസ് മെത്തേഡ്, ഗിവ്സ് ഹയർ ഓവർ എസ്റ്റിമേറ്റഡ് വാല്യൂ ഓഫ് റെഗുലേഷൻ ബിക്കോസ് ഇറ്റ് അസ്യൂംസ് ഓൾ അർമേച്ചർ റിയാക്ഷൻ ഈസ് ഡീമാഗ്നറ്റൈസിങ്. ഇനി MMF മെത്തേഡ് ആണെങ്കിൽ ഇറ്റ് ഗീവ്സ് ലോവർ വാല്യൂ ഓഫ് റെഗുലേഷൻ ബിക്കോസ് ഇറ്റ് നെഗ്ലെക്ട്സ് വോൾട്ടേജ് ഡ്രോപ്പ് ഡ്യൂ ടു അർമേച്ചർ റെസിസ്റ്റൻസ് ടു സം എക്സ്റ്റെൻറ്റ്. ഇനി ZPF മെത്തേഡ് അഥവാ പോട്ടിയർ മെത്തേഡ് or ASA method gives accurate or near actual value of regulation. This method separate armature reaction and leakage reactance effects. സോ നമുക്കിവിടെ തന്നിരിക്കുന്ന വാല്യൂ 33.1%, 32.9% ആയതുകൊണ്ട് ഇത് ഏകദേശം സെയിം ആയതുകൊണ്ട് നമുക്കിത് ZPF മെത്തേഡായിട്ട് പറയാവുന്നതാണ്. സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.